അധികാരത്തിലെത്താൻ UDF വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. RSSും ജമാഅത്തെ ഇസ്ലാമിയും CPMനെതിരെ ഒന്നിച്ചു നീങ്ങുന്നു. LDF ഭരണം തുടർന്നാൽ തിരിച്ചടിയാകുമെന്ന് വർഗീയ ശക്തികൾക്കറിയാം. ഏതു മാർഗത്തിലൂടെയും അധികാരത്തിൽ വരാനാണ് UDF ആഗ്രഹിക്കുന്നതെന്നും അതിന്റെ ഭാഗമാണ് വർഗീയ ശക്തികളുമായുള്ള കൂട്ടുകെട്ടെന്നും മുഖ്യമന്ത്രി. CPM കണ്ണൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഏത് മാർഗം ഉപയോഗിച്ചായാലും അധികാരത്തിൽ തിരിച്ചു വരണം എന്നാണ് UDF കാണുന്നത്. അതിനുതകുന്ന സമീപനമാണ് കോൺഗ്രസും മറ്റും സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് പലയിടത്തും BJPയുമായുള്ള സഹകരണം. അതിൻ്റെ തന്നെ മറ്റൊരു രൂപമാണ് ജമാഅത്തെ ഇസ്ലാമിയുമായും SDPയുമായെല്ലാം ഒന്നിച്ച് നീങ്ങുന്ന കാഴ്ച. ഇതൊക്കെ ഏത് മാർഗത്തിലും അധികാരത്തിൽ തിരിച്ചു വരിക എന്ന ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. കൂത്താട്ടുകുളം നഗരസഭയിലെ രാഷ്ട്രീയ സംഘർഷത്തിൽ പോലീസിന് വീഴ്ചയെന്ന് എറണാകുളം റൂറൽ ASPയുടെ റിപ്പോർട്ട്. സംഘർഷം തടയുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ശുപാർശ ചെയ്ത് റൂറൽ SP DIGക്ക് റിപ്പോർട്ട് കൈമാറി. കൌൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ പോലീസ് CPMന് ഒത്താശ ചെയ്തുവെന്നായിരുന്നു ആരോപണം. കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ പോലീസും CPMും ഒത്തുകളിച്ചെന്ന പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്നതാണ് ASPയുടെ റിപ്പോർട്ട്. നഗരസഭയിലെ സംഘർഷം തടയുന്നതിൽ മൂവാറ്റുപുഴ DYSP PM ബൈജുവിനും CIക്കും വീഴ്ച സംഭവിച്ചു. അവിശ്വാസ പ്രമേയ ചർച്ച ചെയ്യണമെന്ന കോടതി ഉത്തരവ് നടപ്പാക്കാൻ കഴിയാഞ്ഞതും വീഴ്ചയായി ചൂണ്ടിക്കാട്ടുന്നു. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതിനു പിന്നാലെ മക്കൾ നൽകിയ പരാതി അന്വേഷിക്കാൻ കാലതാമസം വന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ കലാരാജു ഉണ്ടെന്നറിഞ്ഞിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ല. പോലീസ് വീഴ്ച ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ട് ASP PM കൃഷ്ണൻ SPക്ക് കൈമാറി. വീഴ്ചയിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട റൂറൽ SP വൈഭവ് സക്സേന DIGക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ആരോപണങ്ങൾക്ക് പിന്നാലെ കേസ് അന്വേഷണ ചുമതല മൂവാറ്റുപുഴ DYSPയിൽ നിന്നും ആലുവ DYSPക്ക് കൈമാറിയിരുന്നു. പിന്നാലെയാണ് ബ്രാഞ്ച് സെക്രട്ടറി അടക്കം 3 CPMകാരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 കൊച്ചി. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ഏറ്റുമുട്ടി എഴുത്തുകാരായ KR മീരയും ബെന്യാമിനും. ഹിന്ദു മഹാസഭയുടെ ഗോഡ്സെ പുകഴ്ത്തലിനെതിരെ KR മീര ഇട്ട പോസ്റ്റാണ് രണ്ടുപേരും തമ്മിലുള്ള തർക്കം പരസ്യപ്പോരിലെത്തിച്ചത്. ഗാന്ധിജിയെ തുടച്ചു മാറ്റാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ട് നടന്നില്ല, പിന്നെയല്ലേ ഹിന്ദു മഹാസഭ എന്നായിരുന്നു KR മീരയുടെ പോസ്റ്റ്. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഹിന്ദു മഹാസഭ ഗോഡ്സെയെ ആദരിച്ച വാർത്ത പങ്കുവച്ചായിരുന്നു കോൺഗ്രസിനെ പരിഹസിച്ചുള്ള പോസ്റ്റ്. KR മീരയുടെ വിവാദ താരതമ്യം ശക്തമായ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. KR മീരയോടുള്ള വിയോജിപ്പും വിമർശനവും ബെന്യാമിൻ പരസ്യമാക്കി. KR മീര പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ്. ഏതിനോട് താരതമ്യം ചെയ്യണമെന്നും മീരയ്ക്കറിയില്ലെന്ന് ബെന്യാമിൻ വിമർശിച്ചു. പോസ്റ്റ് ഗുണം ചെയ്യുന്നത് സംഘപരിവാറിനാണെന്ന് അറിയാതെയല്ല, അറിഞ്ഞുകൊണ്ട് എഴുതുന്നതാണ് അപകടമെന്നും ബെന്യാമിൻ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. എല്ലാ മനുഷ്യരും എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വെറും അപ്പക്കഷങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നോ ഒരു തെറ്റായ ധാരണ മീരയുടെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്. അങ്ങനെയല്ല, നമ്മൾ പ്രവർത്തിക്കുന്നത് വിമർശിക്കുന്നത് ഒക്കെ നമ്മളുടെ ചില മൂല്യങ്ങളുടെയും നമ്മളുടെ ചില വിചാരങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ്. ബെന്യാമിന് അതേ നാണയത്തിൽ മറുപടി നൽകി KR മീര. തന്നെ സംഘപരിവാറായി അവതരിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണ് വിമർശനമെന്നാണ് മറുപടി. രാഷ്ട്രീയ പാർട്ടികളുടെ അപ്പക്കഷ്ണം തനിക്ക് ആവശ്യമില്ലെന്നും മീര വ്യക്തമാക്കി. കോൺഗ്രസിനെയും സംഘപരിവാറിനെയും സുഖിപ്പിക്കാനാണ് ബെന്യാമിൻ ശ്രമിക്കുന്നതെന്നും KR മീര തുറന്നടിച്ചു. ഇടത് ആഭിമുഖ്യമുള്ള എഴുത്തുകാരായി അറിയപ്പെടുന്ന രണ്ടുപേരുടെയും തുറന്ന പോര് സമൂഹ മാധ്യമങ്ങളിൽ വൻ ചർച്ചയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ മോഹമാണ് തർക്കത്തിന് പിന്നിലെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളുടെ വിമർശനം. ന്യൂസ് 18 തിരുവനന്തപുരം. വൻകിട കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലയ്ക്ക് 2 വീലർ നൽകാമെന്ന് പറഞ്ഞ് സംസ്ഥാനത്തുടനീളം കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ മുഖ്യപ്രതി പിടിയിൽ. 9 കോടിയോളം രൂപ ഇത്തരത്തിൽ മൂവാറ്റുപുഴയിൽ നിന്ന് മാത്രം തട്ടിപ്പ് നടത്തിയെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. തൊടുപുഴ ചൂരക്കുളങ്ങര വീട്ടിൽ അനന്തു കൃഷ്ണനെയാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത 3 തട്ടിപ്പ് കേസിലെ പ്രതിയാണ് അനന്തു. മൂവാറ്റുപുഴ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരിൽ സൊസൈറ്റി ഉണ്ടാക്കിയായിരുന്നു തട്ടിപ്പ്. സൊസൈറ്റി അംഗങ്ങളെ കൊണ്ട് 2 വീലർ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പണം നിക്ഷേപിപ്പിച്ചു. 62 സീഡ് സൊസൈറ്റികൾ മുഖേന പ്രതി പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്.
പ്രതിക്കെതിരെ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയ്ക്ക് പരാതികൾ ലഭിച്ചിരുന്നു. വിവിധ കമ്പനികളുടെ CSR ഫണ്ട് ലഭിക്കുമെന്ന് വാഗ്ദാനം നൽകിയാണ് പ്രതി വലിയ തട്ടിപ്പ് നടത്തിയത്. ഇതുവരെ ഒരു കമ്പനിയിൽ നിന്നും CSR ഫണ്ട് ലഭ്യമായിട്ടില്ലെന്ന് പ്രതി സമ്മതിച്ചു. ആദ്യഘട്ടത്തിൽ ബുക്ക് ചെയ്തവർക്ക് വാഹനം നൽകാനും പിന്നീട് ആർഭാട ജീവിതത്തിനും സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടുന്നതിനുമാണ് തട്ടിപ്പ് നടത്തിയ പണം ചെലവഴിച്ചത്. നേരത്തെയും നിരവധി പരാതികൾ ഇക്കാര്യത്തിന് പോലീസിന് ലഭിച്ചിരുന്നു. എറണാകുളം കച്ചേരിപ്പടിയിൽ മറ്റൊരു തട്ടിപ്പിനായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്നാണ് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 മൂവാറ്റുപുഴ. കണ്ണൂരിൽ ആരോഗ്യവകുപ്പ് ജീവനക്കാരിയുടെ മരണം മേലുദ്യോഗസ്ഥരുടെ പീഡനം മൂലമെന്ന ആരോപണം. ഒടുവള്ളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ ക്ലർക്കായിരുന്ന ഉഷാകുമാരിയാണ് കഴിഞ്ഞ ദിവസം വീട്ടുവളപ്പിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കരിമ്പം സ്വദേശി KP ഉഷാകുമാരി കഴിഞ്ഞ മാസം 26-നാണ് ജീവനൊടുക്കിയത്. ഒടുവള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ ക്ലർക്കായിരുന്നു. മരണത്തിന് കാരണം മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനമെന്നാണ് പരാതി ഉയരുന്നത്. ഹാഫ് ലീവ് രേഖപ്പെടുത്തി എന്ന് പറഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മെഡിക്കൽ ഓഫീസർ ഇവിടെ എത്തുകയാണ്. ഇതിൻ്റെ അകത്ത് ദുരൂഹമത ഒരുപാട് നടക്കുന്നുണ്ട്. സമഗ്രമായ അന്വേഷണം നടത്തി ഒരു പാവപ്പെട്ട സ്ത്രീയുടെ മരണത്തിനിടയാക്കിയ ആത്മഹത്യാക്കുറിപ്പ് നിലനിൽക്കുമ്പോൾ സമഗ്രമായ അന്വേഷണം നടത്തി പാവങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഒടുവള്ളി പോലുള്ള ഒരു PHCയിൽ ഒരു ജീവനക്കാരി തന്നെ മരിക്കുവാൻ ഒരു മെഡിക്കൽ ഓഫീസർ കാരണമായെങ്കിൽ ആ മെഡിക്കൽ ഓഫീസറെ സർവീസിൽ നിന്നും മാറ്റി നിർത്തി ശക്തമായ നിയമപരിപാടിയുമായി നിയമ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുക. മരണത്തിനു മുൻപ് ഉഷാകുമാരി DMOയ്ക്ക് വിശദമായ കത്തെഴുതി വച്ചിരുന്നു. കത്ത് തളിപ്പറമ്പ് പോലീസിന്റെ കൈവശമാണ്. മേലുദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് കത്തിലുള്ളത്. ഫണ്ട് തിരിമറിയിൽ പങ്കാളിയാക്കാൻ ശ്രമിച്ചെന്നും ഇതിന് കൂട്ടുനിൽക്കാത്തതാണ് വിരോധത്തിന് കാരണമെന്നുമാണ് കത്തിലുള്ളത്. സ്വയം വിരമിക്കൽ അപേക്ഷയ്ക്ക് ആവശ്യമായ രേഖകൾ പോലും തടഞ്ഞുവെച്ചു. ഇക്കാര്യം NGO യൂണിയനെയും അറിയിച്ചു. ആത്മഹത്യാക്കുറിപ്പിൽ പേര് പരാമർശിച്ച ഒടുവള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ആലക്കോട്. ക്ഷേത്രക്കുളത്തിൽ അകപ്പെട്ട് മുങ്ങിത്താഴ്ന്ന വയോധികയ്ക്ക് രക്ഷകനായി 9ാം ക്ലാസ്സുകാരൻ. ക്ഷേത്രക്കുളത്തിൽ വീണ ശാന്തകുമാരിയാണ് പ്രജ്വൽ രക്ഷപ്പെടുത്തിയത്. ഇപ്പോൾ നാട്ടിൽ താരമായി മാറിയിരിക്കുകയാണ് പ്രജ്വൽ. ഒറ്റപ്പാലം പാലപ്പുറം വിഷ്ണുക്ഷേത്രക്കുളത്തിൽ മുങ്ങിത്താണ ശാന്തകുമാരിക്കിത് 2ാം ജന്മമാണ്. മകരമാസത്തിലെ വാവിന്റെ ഭാഗമായി ക്ഷേത്രക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് ബലിതർപ്പണം നടത്താനെത്തിയതായിരുന്നു ശാന്തകുമാരി. കടവിലെ പടികളിൽ നിന്ന് മുങ്ങുന്നതിനിടെയാണ് കാൽ വഴുതി കുളത്തിൽ വീണത്. നീന്താൻ അറിയാത്ത ശാന്തകുമാരി ആഴമേറിയ ഭാഗത്ത് പരന്നുകിടക്കുന്ന പായലിൽ നിലയില്ലാതെ കുരുങ്ങി. മുങ്ങിത്താഴാൻ തുടങ്ങിയ ഘട്ടത്തിലാണ് പ്രജ്വൽ വാഴയില മുറിക്കാനായി കുളക്കരയിലെത്തിയത്. അപകടം ശ്രദ്ധയിൽപ്പെട്ട പ്രജ്വൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ കുളത്തിലേക്ക് എടുത്തുചാടി. നന്നായി നീന്താൻ അറിയുന്ന പ്രജ്വൽ ശാന്തകുമാരിക്ക് അടുത്തെത്തി കൈകൾ പിടിച്ചുയർത്തി ഇവരെ കരയ്ക്കെത്തിക്കുകയായിരുന്നു. ക്ഷേത്രത്തിനടുത്തുള്ള കിഴക്കേപ്പാട്ട് വാര്യത്ത് പ്രമോദ് അജിത ദമ്പതികളുടെ മകനാണ് പ്രജ്വൽ. ശാന്തകുമാരിയുടെ ജീവൻ രക്ഷിച്ച വിവരമറിഞ്ഞതോടെ പ്രജ്വൽ നാട്ടിലെ ഹീറോ ആയിരിക്കുകയാണ്. നാട്ടുകാരും ജനപ്രതിനിധികളും ഉൾപ്പെടെ നിരവധി പേരാണ് പ്രജ്വലിനെ വീട്ടിലെത്തി അഭിനന്ദിച്ചത്. ന്യൂസ് 18 പട്ടാമ്പി.